അവരെ നമ്മുടെ പോള വണ്ടിയാണിത്. നമുക്ക് ലഗേജ് ബൈബിളൊക്കെ കയറ്റിയിട്ടുണ്ട്. 300 ബൈബിള്, കൊന്ത, അങ്ങനെ നമുക്ക് ഫോട്ടോസ്, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ നമ്മൾ കയറ്റി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടുന്ന് യാത്രയാണ്. അച്ഛനുണ്ട് കൂടെ, ഡ്രൈവറുണ്ട്. പിന്നെ അങ്ങനെ ഞങ്ങളിവിടുന്ന് 6 മണിക്കൂർ യാത്രയുണ്ട് താത്തോമിലേക്ക്. താത്തോം അങ്ങനെ മാറി മെച്ചുക അങ്ങനെ സ്ഥലത്തിലേക്കൊക്കെ, പള്ളികളിലേക്കൊക്കെ പോവും. ഇന്ന് ശുശ്രൂഷ ആരംഭിച്ച് ദീപബലിയോട് കൂടിയിട്ട് ശുശ്രൂഷ ആരംഭിച്ച് കഴിഞ്ഞു. ദീപബലിക്ക് ശേഷമാണ് ഞങ്ങൾ ഈ ശുശ്രൂഷ ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ കൂട്ടായ്മയുടെ കൂടെ ആയിരിക്കുക. ഓക്കെ, ശരി. എന്നാൽ ഞങ്ങൾ എൽറോയ് പ്രയർ മിനിസ്ട്രി ഇപ്പോൾ നമ്മൾ ഗുവാഹട്ടിയിൽ നിന്ന് ശിലാപത്ര എന്ന സ്ഥലത്താണ്. ശിലാപത്ര MSFS അച്ഛന്മാരുടെ ഹൗസിലാണ്. ഞങ്ങൾക്കിവിടെ ഇന്ന് വന്ന് കുളിക്കാനും എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പോകാനായിട്ട് വണ്ടിയിൽ ലഗേജൊക്കെ കയറ്റി വിശുദ്ധ ബലി അർപ്പിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, എല്ലാവരും കുളിച്ച് ഫ്രഷൊക്കെ ആയി വിശുദ്ധ ബലി അർപ്പിച്ചു. എന്നിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പം നമ്മൾ പോകാനായിട്ട് ലഗേജ് ഒരുക്കി വണ്ടിയിൽ കയറ്റി, ബൈബിള്, ഫോട്ടോസുകളെല്ലാം വണ്ടിയുടെ മുകളിൽ കയറ്റി, ലഗേജ് കയറ്റി, ഞങ്ങളുടെ ബാഗുകൾ കയറ്റി. ഇനി നമ്മൾ പോകുന്നത് ആലോമിലേക്കാണ്, അരുണാചൽ പ്രദേശ് ആലോമിലേക്ക്. ഇത് ആസാമിൻ്റെ അറ്റമാണ്, കിഴക്കേ അറ്റം, ആസാമിൻ്റെ കിഴക്കേ അറ്റമാണ് ശിലാപത്തർ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇനി ഒരു 6 മണിക്കൂർ യാത്ര ചെയ്താലാണ് അരുണാചൽ പ്രദേശിലെ ആലോം എന്ന പള്ളിയിലെത്തുക. ആലോമിൽ ചെന്ന് കഴിഞ്ഞാൽ ആലോമിൽ നിന്ന് നമ്മൾ വീണ്ടും ഇന്ത്യയുടെ അതിർത്തി മെച്ചുക എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകും. അവിടെയാണ് ആദ്യം നമ്മൾ മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം മെച്ചുക സെൻറ്റ് തോമസ് ചർച്ചിൽ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോയിട്ട് 6 മണിക്കൂർ ആലോമി ചെന്നിട്ട് വീണ്ടും ഒരു 7 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് എത്തുന്നത്. ഇത് ഇന്ത്യയുടെ അതിർത്തിയിൽ ചൈന ബോർഡിൻ്റെ അവിടെയാണ് ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ മെച്ചുക മിലിറ്ററി ക്യാമ്പ് ചെയ്യുന്ന സ്ഥലമാണ്, അതിർത്തി മിലിറ്ററി ക്യാമ്പ് ചെയ്യുന്ന സ്ഥലമാണ്. അവിടെയാണ് നമ്മൾ ആദ്യത്തെ സ്റ്റാർട്ടിങ്. ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഡേവിസ് ബ്രദറുണ്ട്, ഫാദർ ജോർജ് നിരയപ്പറമ്പിൽ അച്ഛനുണ്ട്, പിന്നെ പ്രിൻസ് വടക്കാഞ്ചേരി ഉണ്ട്. ഞങ്ങളിപ്പോൾ 4 പേരാണ് ഉള്ളത്. ഞങ്ങൾ വണ്ടിയിൽ യാത്രയാകാൻ തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകമായിട്ട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഞങ്ങളുടെ ഈ യാത്ര കർത്താവിന് വേണ്ടിയുള്ള യാത്രയാണ്. ഇത് കർത്താവിൻ്റെ വചനം കൊടുക്കാനുള്ള യാത്ര. അത് ഞങ്ങൾക്ക് കൂടുതൽ തീക്ഷ്ണതയോടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് അത് നിങ്ങളുടെ പ്രാർത്ഥന ഹെൽപ്പ് ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ടീം ക്യാപ്റ്റൻ ജോർജാണ്. ജോർജ് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ഇപ്പോൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞങ്ങൾ ജോർജിൻ്റെ കൂടെ സഹകരിച്ച് എല്ലാ കാര്യത്തിലും മുന്നോട്ട് നീങ്ങുന്നു. ഒരു ഹൃദയമായിട്ടാണ് എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞങ്ങളിവിടെ ആസാമിലെ ശിലാപത്തർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നമ്മുടെ MSFS അച്ഛന്മാരുടെ ആശ്രമത്തിലാണ്. അവരുടെ വലിയ സ്ഥാപനങ്ങളുണ്ട് ഇവിടെ. ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, ഞങ്ങൾക്ക് അവർ വളരെ നല്ല സ്വീകരണം നൽകി, നല്ല ബ്രേക്ക്ഫാസ്റ്റ് നൽകി, എല്ലാ സൗകര്യങ്ങളും നൽകി. ഞങ്ങളിവിടെ നിന്ന് ഇനി ആലോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ നിന്നാണ് ഞങ്ങളുടെ മിഷൻ പ്രവർത്തനങ്ങൾ, ഞങ്ങളുടെ പ്രാർത്ഥന, ഞങ്ങളുടെ ധ്യാനം ആരംഭിക്കുന്നത്. എല്ലാം മനോഹരമാകാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളിവിടുന്ന് യാത്ര ചെയ്ത് ഈ വഴിയുള്ള യാത്രകൾ കഷ്ടങ്ങൾ പ്രദേശിലേക്ക് പ്രവേശിക്കാനുള്ള പാസ്സാണ്. എല്ലാവരുടെയും ഫോട്ടോയും പേരും അടക്കം ആരാണ് പ്രൊമോട്ട് ചെയ്യുന്നത് ഇതിലുള്ളത്. നമുക്കിതിലെ ഡേറ്റ് വന്നിട്ടുള്ള 21/4 വരെയാണ്. വീണ്ടും ഡേറ്റിലേക്ക് 4 ദിവസം കൂടുതലുണ്ടെങ്കിൽ നമ്മൾ മാറ്റി വീണ്ടും എടുക്കണം. 30 ദിവസത്തേക്കാണ് അവർ പാസ് ചെയ്യുക. എല്ലാവരുടെയും പാസ് പാസ് കണ്ണുനീർ സാരമില്ല. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും, പ്രാക്കളെ പോലെ നാം പറന്നു
പറന്നുയരും പ്രാണന്റെ പ്രിയനാം മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും പ്രാക്കളെ പോലെ നാം പറന്നുയരും പ്രാണന്റെ പ്രിയനാം മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ കഷ്ടങ്ങൾ സാരമില്ല കണ്ണുനീർ സാരമില്ല യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നേ യേശുവിൻ ജനമേ ഒരുങ്ങുക നാം യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നേ യേശുവിൻ ജനമേ ഒരുങ്ങുക നാം കഷ്ടങ്ങൾ സാരമില്ല കണ്ണുനീർ സാരമില്ല നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല കണ്ണുനീർ സാരമില്ല നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല കണ്ണുനീർ സാരമില്ല ഇതാണ് ഇവിടുത്തെ ട്രാൻസ്പോർട്ട് ആലോ ടു ടിൻസുക്ക ഇതാണ് ഇവിടുത്തെ നമ്മുടെ KSRTC പോലത്തെ ഉള്ളത് ഇവിടെ ഒരു ചെറിയ ഹോട്ടലുണ്ട് കുറച്ച് പേര് ഇവിടെ ഉണ്ട് വണ്ടികൾ 4-5 വണ്ടികൾ വന്നിട്ടുണ്ട് നിങ്ങളിവിടെ ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയതാണ് ശരിക്കും 3 മണിക്കൂർ 3.5 മണിക്കൂർ യാത്ര വരുന്നുണ്ട് 129 കിലോമീറ്ററിൻ്റെ അടുത്ത് നമുക്ക് യാത്ര ചെയ്യാണ്ട് ഇപ്പോൾ 77 കിലോമീറ്റർ കൂടി ബാക്കിയുണ്ട് ചായ ഉണ്ട് പുറത്താണ് ചായ ഇവിടെ പുറത്തൊരു ഇവിടെ ഒരു ഷോപ്പിൽ വാങ്ങിച്ചിട്ട് ഇരിക്കാന്നാണ് അവർ പറഞ്ഞത് ബിസ്ക്കറ്റ് എടുത്തു പിന്നെ 3 ചായ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ട് ചായ കുടിക്കാൻ ഒരു സ്റ്റോപ്പിൽ കയറിയേക്കാണ് ഇവിടെ ചായ ഷുഗർ ഫ്രീ ചായ കിട്ടും ബിസ്ക്കറ്റുകൾ കിട്ടും കേക്കുകൾ കിട്ടും പുതിയ തരം ബദാം മിൽക്ക് കിട്ടും ബ്രദർ കൂടെ വന്നു തുടങ്ങി 10 കൊല്ലമായിട്ട് പരിചയമുള്ള കടകളാണെന്ന് പറയണത് പഴയ ആൾക്കാർ ഭക്ഷണം ചോറ് ഉണ്ടാക്കി കഴിച്ചിട്ട് പോയിട്ടുണ്ട് ഇവരെ കൊണ്ട് ചോറുണ്ടാക്കി കഴിച്ചിട്ട് പോയിട്ടുള്ളതാണ് ഇവിടെ സൈഡ് പിടിച്ച് ബോംബെയിൽ വാഴ കൃഷി ചെയ്തേക്കണതാണ് മാറ്റി പിടിക്കാൻ നമുക്ക് അത് പറ്റുള്ളൂ ഇനി നിറയും. അപ്പോൾ നിങ്ങൾ അരുണാചൽ പ്രദേശിലെ ഈ പ്രദേശമൊക്കെ ഒന്ന് കണ്ടു നമുക്ക് ഈ മെമ്മറി ഒന്നും പോരാ. ഈ അരുണാചൽ കാണുമ്പോൾ നമുക്ക് മൂന്നാറിൻ്റെ ഒന്നല്ല, മൂന്നാർ ഇതിൻ്റെ ഒരു സൈഡിലേക്കില്ല, ഇത് സ്ഥലം വേറെയാ. അപ്പോൾ നമ്മൾ അതിൽ കൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ നമ്മൾ ഈ ഷാലോണൊക്കെ കാണും അല്ലേ, അത് നമ്മൾ ടി വിയിൽ കാണുന്ന മാതിരിയല്ല. ഇവിടെ വന്ന് നമ്മൾ നേരിട്ട് അനുഭവിക്കുമ്പോഴൊക്കെ ശരിക്കും ഭയം തോന്നും. അപ്പോൾ അത്രയും കാഴ്ചകൾ ഇവിടെ കാണാണ്ടായിരുന്നു അരുണാചൽ പ്രദേശ്. അപ്പോൾ പരമാവധി എല്ലാവരും വന്ന് കർത്താവിൻ്റെ സുവിശേഷം എല്ലാം ഇവിടുത്തെ എത്തിക്കാൻ നോക്കുക. ഓക്കെ. പുറപ്പെട്ടു കേട്ടോ. ഇനി ഏകദേശം 70 കിലോമീറ്റർ. ചെറിയ ക്ഷീണത്തിന്
ഡേവിസ് ബ്രദർ, ജോർജ് ബ്രദർ എന്ന് വാങ്ങിച്ചത് ബദം അല്ലേ? ആ, ചെറിയ ക്ഷീണം സംഭവം നല്ല ബദാം ഡ്രിങ്കാണ് വാങ്ങിച്ചത്. നല്ല മഞ്ഞായിരുന്നേ, ദാഹം കുറവാണ് എങ്കിലും കൂടി നമ്മൾ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് കഴിക്കുകയാണ്. നമുക്കിനി യാത്ര ചെയ്യണ്ടല്ലോ, 75 യാത്ര ചെയ്യണം. അതുകൊണ്ട് കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും, പ്രാക്കളെ പോലെ നാം പറന്നുയരും, പ്രാണന്റെ പ്രിയനാം മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും, പ്രാക്കളെ പോലെ നാം പറന്നുയരും, പ്രാണന്റെ പ്രിയനാം മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ? ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നേ, യേശുവിൻ ജനമേ ഒരുങ്ങുക നാം. യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ? ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നേ, യേശുവിൻ ജനമേ ഒരുങ്ങുക നാം. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. അത്യുന്നതന്റെ മറവിങ്കൽ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കും